നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടെസ്റ്റ് പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പൈലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ പൈലിംഗ് പോയിന്റുകൾ കണ്ടെത്തിയിരുന്നു. ഈ ഭാഗങ്ങളിലാണ് ഇനി പ്രവൃത്തികൾ നടക്കാനുള്ളത്. കിഫ്ബി പദ്ധതിയായ പാലത്തിന്റെ നിർമ്മാണം കേരള റോഡ് ഫണ്ട് ബോർഡാണ് നടപ്പിലാക്കുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. പാലത്തിന്റെ നിർമ്മാണത്തിനായി 40,34,60,000 രൂപയാണ് അനുവദിച്ചെങ്കിലും 33,14,53,000 രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കരാർ എടുത്ത കമ്പനിയുടെ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 2025 ജനുവരിയിലാണ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. 1.5 മാസം പിന്നിട്ടപ്പോഴേക്കും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. 24 മാസം കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ വെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കും. തൃത്താല ഫെസ്റ്റിൽ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ച സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. തൃത്താല ഫെസ്റ്റിന്റെ ഭാഗമായി 2 ആഘോഷ കമ്മിറ്റികൾ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരിൽ നടപടിയെടുക്കുകയും ഗൂഢാലോചന അന്വേഷിക്കുകയും വേണമെന്ന് BJP നേതാക്കൾ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന പോലീസ് ഇതുവരെ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ജനകീയ കമ്മിറ്റികൾ നടത്തുന്ന ആഘോഷത്തിൽ ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹാനിയ, യഹിയ സിൻവർ എന്നിവരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചത് ആരെ പ്രീതിപ്പെടുത്താനാണ് എന്ന് വ്യക്തമാക്കണമെന്നും സംഭവത്തെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്ന തൃത്താലയിലെ കോൺഗ്രസ് നേതാക്കൾ SDPIയുടെ വക്താക്കളായി മാറിയിരിക്കുകയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ കേരള പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കാൻ സാധ്യതയില്ലെന്നും അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് BJP പരാതി നൽകുമെന്നും പ്രവർത്തകർ അറിയിച്ചു. നടന്ന ആഘോഷ പരിപാടികളിൽ ഹമാസ് ഭീകരരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട്. ആ പരിപാടി കഴിയുന്നതുവരെ പ്രദർശിപ്പിച്ച നടപടിക്കെതിരെ സംസ്ഥാന പോലീസ് ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് ദുരൂഹമാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുന്നേയും ഇത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് ചില ഈ ഭാഗങ്ങളിൽ നിന്ന് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. NDFഉം PFIയും ഒക്കെ നിരോധിച്ചതിന് ശേഷവും അതിൻ്റെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഒരു തുടർച്ചയാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനും ഒരുപക്ഷെ ഭീകരവാദത്തോട് അടുപ്പിക്കാൻ, ചെറുപ്പക്കാരെ അടുപ്പിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പള്ളി കമ്മിറ്റി പറയുന്നത് ഉറൂസ് പള്ളി കമ്മിറ്റിയോട് ബന്ധപ്പെട്ടുള്ള ഉറൂസിന്റെ ഭാഗമല്ല ഈ ഫെസ്റ്റ് എന്നാണ്. അങ്ങനെയുള്ള നിലപാടാണ് അവരെടുക്കുന്നെങ്കിൽ അതിന് നമ്മൾ സ്വാഗതം ചെയ്യും. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട്, തൃത്താല സംഘടനാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ NP രാജൻ, K. കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 22 പേർക്ക് പരിക്ക്. മലപ്പുറം അരീക്കോടിനടുത്ത് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പൊട്ടിച്ച പടക്കം കാണികൾക്കിടയിലേക്ക് വീണാണ് 22 പേർക്ക് പരിക്കേറ്റത്. മത്സരത്തിന് തൊട്ടുമുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ കാറിടിച്ച് 3 സ്ത്രീകൾക്ക് പരിക്ക്.
ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാറിടിച്ച് 3 സ്ത്രീകൾക്ക് പരുക്കുപറ്റി. കൊപ്പം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് ആമയൂരിന് സമീപത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ലോറിക്ക് പിറകിൽ ഇടിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശിനി വടക്കേക്കാട്ട് പള്ളിപ്പുറത്ത് ഹൗസിൽ അഫ്ര, മുല്ലപ്പള്ളി ഹൗസിൽ സമീഹ ഹുസൈൻ, എടപ്പാൾ സ്വദേശിനി കൊളമ്പില ഹൗസിൽ ഹന്ന എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാർ കാറിന്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. തുടർന്ന് 3 പേരെയും പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ പെരിന്തമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റി. കുലുക്കല്ലൂർ പ്രഭാപുരത്ത് റബ്ബർ തോട്ടത്തിലെ റബ്ബർ പുര ഷെഡിൽ തീപിടുത്തം. ആളപായമില്ല. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. കുലുക്കല്ലൂർ പ്രഭാപുരത്ത് ബുധനാഴ്ച ഉച്ചയോടെയാണ് റബ്ബർ തോട്ടത്തിലെ റബ്ബർ പുകപുരയിൽ തീപിടുത്തമുണ്ടായത്. പ്രഭാപുരം കുളത്തിങ്ങൽ കാതറിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലായിരുന്നു സംഭവം. തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന് പിറകിലാണ് റബ്ബർ പുകപുരയുള്ളത്. ഇവിടെ റബ്ബർ പുകയിടുന്ന വേളയിലാണ് അടുപ്പിൽ നിന്നും തീ പടർന്നത്. തുടർന്ന് പുകപുരയുടെ ഷീറ്റിലേക്കും തീ പടർന്നു. 1000-ൽ പരം റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചു. സമീപത്ത് കിടന്നിരുന്ന മരത്തടികളിലേക്കും തീ പടർന്നു. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. അസിസ്റ്റന്റ് ഓഫീസർ VK അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത്. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പുത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ആഘോഷിക്കും. തിങ്കളാഴ്ച രാത്രി കൂത്ത് കൂറയിട്ടതോടെ തട്ടകങ്ങളിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ പൂരത്തിനായി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ പിറ്റേ ദിവസം കളരിയിൽ നിന്നുള്ള ആദ്യ പറയും, കുംഭമഞ്ച് തിങ്കളാഴ്ച കുണ്ടൂരിൽ നിന്നുള്ള അവസാന പറയ്ക്കു ശേഷം കുണ്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നടചൊല്ലി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി ദീപാരാധന, ചുറ്റുവിളക്ക്, പറയെടുപ്പ്, പള്ളിപ്പാനയ്ക്കു ശേഷം ക്ഷേത്ര ഊരാളൻ കോട്ടൂർമന വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നാരായണനുണ്ണി നമ്പൂതിരി കൂത്തിന് കൂറയിട്ടു. 12ാം കൂത്തിനാണ് ഇത്തവണ മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം നടക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജകൾക്കു ശേഷം കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് നടക്കും. പൂരം വരെയുള്ള ദിവസങ്ങളിൽ പറയെടുപ്പിന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തും. പൂരദിവസം ഉച്ചയ്ക്ക് നടക്കൽ പറയുമുണ്ടാകും. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ സംഗമഭൂമിയായ മുലയമ്പറമ്പത്തുകാവിലെ പൂരം നടക്കുക. 27 വ്യാഴാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ പൂരവാണിഭം നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായി 5ാം തവണയും ചാമ്പ്യന്മാർ. 8 ഭാര വിഭാഗങ്ങളിൽ 5 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും നേടിയാണ് ശ്രീകൃഷ്ണ കോളേജ് അഭിമാന നേട്ടത്തിന് അർഹരായത്. ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മിസ്റ്റർ വേൾഡ്, മിസ്റ്റർ യൂണിവേഴ്സ് മുസാദിഖ് മൂസ മുഖ്യാതിഥിയായി. 60 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് സാബിഖ്, 80 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് സഹൽ, 85 കിലോയിൽ R ശ്രീറാം, 90 കിലോയിൽ മുഹമ്മദ് മുർഷിദ്, 90-ന് മുകളിലുള്ള വിഭാഗത്തിൽ TK ഷാനിഫ് എന്നിവരാണ് ആതിഥേയർക്കായി സ്വർണ്ണ മെഡൽ നേടിയത്. 90 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് ഫാസിൽ വെള്ളി നേടിയപ്പോൾ 65 കിലോ വിഭാഗത്തിൽ ആശീർവാദ്, 70 കിലോ വിഭാഗത്തിൽ ഹരികൃഷ്ണൻ എന്നിവർ വെങ്കല മെഡലുകൾക്കും അർഹരായി. ശ്രീകൃഷ്ണ കോളേജിന്റെ R ശ്രീറാം യൂണിവേഴ്സിറ്റിയിലെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ VP സക്കീർ ഹുസൈൻ, അർജുന അവാർഡ് ജേതാവ് TV പോളി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ G ബിബിൻ, സെനറ്റ് മെമ്പർ K ജയകുമാർ, ഡോക്ടർ ബ്രിനേഷ് എന്നിവർ സമ്മാനദാന ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു. സംസ്കൃത വിഭാഗം അധ്യാപിക ഡോക്ടർ EK സുധ അധ്യക്ഷയായി. കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ, ഡോക്ടർ T നിശാന്ത് എന്നിവർ സംസാരിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കുള്ള 8-അംഗ ടീമിലേക്ക് ശ്രീകൃഷ്ണയുടെ 6 താരങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു.
CCTVയും കുന്നംകുളം ദയ റോയൽ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. CCTV ജീവനക്കാർക്കായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ദയ റോയൽ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പൾമനോളജി, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലായിരുന്നു പരിശോധന. ഡോക്ടർ രാജേഷ്, ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഡോക്ടർ ഷമീന, ഡോക്ടർ ഹരിപ്രിയ, ഹരിലാൽ, ഡോക്ടർ ഗ്രിഗറി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വ്യാഴാഴ്ച ആഘോഷിക്കും. കാലത്ത് വിശേഷ പൂജകൾ നടക്കും. വൈകിട്ട് ദേവസ്വം കമ്മിറ്റിയുടെ ആന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പ് ആദ്യം കാവുകയറും. തുടർന്ന് യുവധ്വനി നന്ദിയങ്കോട്, നവയുഗ കുന്നത്ത് മൈത്രി, യൂത്ത് വിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന പഞ്ചവാദ്യം അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ഉത്സവപ്പറമ്പിലെത്തും. തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കാളി, കരുവാടി കളിയാട്ടം, തിരുത്തിപ്പാറ, കിങ് ഓഫ് കിങ്സ്, വിനായക എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രി ഇരട്ട തായമ്പക, ബാലെ, തുടർന്ന് എഴുന്നള്ളിപ്പ്, കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. പൂരാഘോഷത്തിന്റെ ഭാഗമായി ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. കൂറ്റനാട് ചാലിശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യം, ആന എഴുന്നള്ളിപ്പ് എന്നിവ കാവുകയറി. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരം, തിറ, പൂതൻ, ആചാരപ്രകാരമുള്ള അനുഷ്ഠാന കലകൾ, നാട്ടു കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ ക്ഷേത്ര നടയിലെത്തി. ദീപാരാധനയ്ക്ക് ശേഷം മേളവും മറ്റു കലാപരിപാടികളും ഉണ്ടായി. തിരുമിറ്റക്കോട് വട്ടുള്ളിക്കാവിലമ്മയുടെ കുംഭ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ഷാജു ശ്രീധരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 3-ന് തൃക്കരങ്ങാട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പുരാഘോഷ കമ്മിറ്റിയുടെ ആനയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 4:30 കാവുകയറി. അതോടൊപ്പം തിറ, പൂതൻ, ആണ്ടി എന്നീ മൂത്താണ്ടന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര സന്നിധിയിലെത്തി. തുടർന്ന് വിവിധ ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പുകൾ, പഞ്ചാരിമേളം, തകിൽ, നാദസ്വരം, തെയ്യം, ശിങ്കാരിമേളം, തമ്പോലം, കാവടി, DJ, നാടൻ കലകൾ, വിവിധ വേഷങ്ങൾ, താളവാദ്യങ്ങൾ, പൂതൻ കളികൾ തുടങ്ങിയവ ഉണ്ടായി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.